ഇപ്പോൾ CPIM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടി നമുക്ക് റഫീഖ്, ഒരുപക്ഷെ ഈ രാജേന്ദ്രൻ നായരുടെ ആത്മഹത്യ 38 പേർ ചതിക്കപ്പെട്ട 38 കർഷകരിൽ ഒരാൾ മാത്രമാണ് രാജേന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ഇപ്പോൾ 65 ലക്ഷം രൂപയുടെ ബാധ്യതയായ കുടുംബമാണ് പുൽപ്പള്ളി സഹകരണ ബാങ്കിന് മുമ്പിൽ സമരമിരിക്കുന്നത്. നേരത്തെ ജോഷ്ലിയോട് സംസാരിച്ചപ്പോൾ ചോദ്യമുണ്ട്. സഹകരണ മേഖലയെ തട്ടിപ്പിനുള്ളൊരു മേഖലയാക്കി മാറ്റാൻ ആയിരുന്നു വയനാട്ടിലെ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത്. ഏതെങ്കിലും തട്ടിപ്പുകാരനല്ലാത്ത കോൺഗ്രസ്സുകാരനുണ്ടോ എന്നുള്ള ചോദ്യം വയനാട്ടുകാർ തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. അതെ അതെ, ഇത്തരം സഹകരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് വിവിധ ബാങ്കുകൾ ഉപയോഗിച്ചവർ നടത്തിയത്. നേരത്തെ NM വിജയന്റെ മരണത്തിന് കാരണമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റി, ജോലി നൽകാമെന്ന് പറഞ്ഞ പണം കൈപ്പറ്റി അതുമായി നടത്തുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോ രാജേന്ദ്രൻ നായരുടെ 70,000 രൂപ അദ്ദേഹം ലോൺ എടുത്തപ്പോ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് 25 ലക്ഷത്തോളം രൂപയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തട്ടിയത്. അങ്ങനെ ഒരുപാട് പേരുടെ പേരിലാണ് അവിടെ തട്ടിപ്പ് നടത്തിയത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുക, കോൺഗ്രസുകാരായ ആളുകളെ എന്നിട്ട് മരണത്തിൽ തള്ളിവിടുക എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇപ്പോ ആ കുടുംബത്തെ കൂടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രായമായ അച്ഛൻ അവിടെ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നു. രാജേന്ദ്രൻ നായരുടെ ഭാര്യയ്ക്കും മക്കൾക്കും സമരം ഇരിക്കേണ്ടി വരുന്നു. അവരുടെ ആധാരം പോലും തിരികെ നൽകാൻ തയ്യാറായിട്ടില്ല. അവരാകെ എടുത്തത് 70,000 രൂപയാണ്. ഇപ്പോൾ അവർ 65 ലക്ഷം രൂപയുടെ കടബാധ്യതയിൽപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആധാരം തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവരെ ഗത്യന്തരമില്ലാതെയാണ് അവർ ഈ നിലയിൽ ഇപ്പോൾ സമരത്തിലേക്ക് വരേണ്ടി വന്നിട്ടുള്ളത്. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ തട്ടിപ്പിന്റെയും ഗ്രൂപ്പ് വഴക്കിന്റെയും എല്ലാം ഭാഗമായി 2 വർഷത്തിനിടയിൽ മാത്രം കോൺഗ്രസുകാർ മരണപ്പെട്ടത് 4 പേരാണ്. രാജേന്ദ്രൻ നായരും NM വിജയനും അദ്ദേഹത്തിന്റെ മകൻ ജോസ് നെല്ലേടും ഉൾപ്പെടെ മരണപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ആത്മഹത്യ കോൺഗ്രസ് ഓഫീസിൽ തന്നെ കെട്ടിത്തൂങ്ങി മരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ നിലയിൽ കോൺഗ്രസുകാരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. NM വിജയന്റെ മകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്ന സാഹചര്യത്തിലേക്ക് ആ കുടുംബത്തെ ഇവർ നയിച്ചു. അതിനുശേഷം ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇവരെയും അവർ ഇന്നലെ പറയുന്നുണ്ടല്ലോ, രാജേന്ദ്രൻ നായരുടെ ഭാര്യ തന്നെ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന്. ആ രൂപത്തിലേക്ക് മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. പണം ഏത് വിധേനയും സമ്പാദിക്കുക എന്നതാണ് കോൺഗ്രസ് നേതാക്കന്മാർ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി അധികാരം പിടിക്കുക എന്നാണ് അവര് സ്വീകരിക്കുന്ന നിലപാട്. ജില്ലയിലെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ വലിയ രൂപത്തിൽ ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് തെളിയിക്കുന്ന നിലയിൽ തന്നെയാണ് ഓരോ സംഭവങ്ങളും പുറത്തു വരുന്നത്. ശ്രീ റഫീഖ്, ഒരു കാര്യം കൂടി, കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വയനാട്ടുകാരോട് ചെയ്തത് ആ നിയമനത്തിൻ്റെ പേരിൽ യുവാക്കളെ വഞ്ചിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ പേരിൽ അവരുടെ വസ്തു പണയപ്പെടുത്തി കൂടുതൽ തുക എടുക്കുന്നു, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. കോൺഗ്രസ്സുകാരായ മെമ്പർമാർക്ക്, പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നു. ആരാണ് ഈ പാർട്ടിയെ വിശ്വസിക്കുന്നത്? കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നില്ല, കർഷകർ വിശ്വസിക്കുന്നില്ല, വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നില്ല, യുവജനങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണ്? അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിദാനം ചെയ്യുന്ന ആ മണ്ഡലത്തിൽ അവിടെയാണ് കോൺഗ്രസ്സുകാർ ഇത്തരത്തിലുള്ള ഈ ചെയ്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. ഇവിടത്തെ കോൺഗ്രസ്, വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മാറിയിരിക്കുന്നത് അവർക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല. അവർക്ക് ആകെ കമ്മിറ്റ്മെന്റ് പണം പരമാവധി സമ്പാദിക്കുക, അതിനുവേണ്ടി അധികാരം പിടിക്കുക എന്നതിൽ മാത്രമാണ്. അതിനാരെയും മരണത്തിലേക്ക് തള്ളിവിടും, ഏത് തരത്തിലുള്ള തട്ടിപ്പ് നടത്തും, യാതൊരു നീതീകരണവും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ പരാമർശിച്ച പോലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വാദ്രയുടെയും ഒക്കെ മണ്ഡലം എന്ന് പറയുമ്പോൾ അവരും ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നമുക്ക് ബോധ്യമുണ്ട്. കാരണം ജോസ് നെല്ലേട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവും ഒരു ജനപ്രതിനിധിയും മരിച്ചിട്ട് ആ ഘട്ടത്തിൽ പ്രിയങ്ക വാദ്ര വയനാട്ടിൽ ഉണ്ടായിട്ട് പോലും അതിന്റെ വളരെ ചുരുങ്ങിയ ഒരു 10 കിലോമീറ്റർ ഇപ്പുറം പോലും പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടും ആ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവിടെ കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. IC ബാലകൃഷ്ണൻ ആ മണ്ഡലത്തിൽ MLA ആണ്, ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. അതുപോലെ T സിദ്ദിഖ് കോൺഗ്രസിന്റെ നേതാവും കൽപ്പറ്റയിലെ MLA-യുമാണ്. അദ്ദേഹവും ആ കുടുംബത്തിലേക്ക്, ജോസ് നെല്ലേടത്തിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് കോൺഗ്രസ് പ്രവർത്തകരോടോ നാടിനോടോ ഇവർക്ക് പ്രതിബദ്ധതയില്ല. പകരം പരമാവധി പണം സമ്പാദിക്കുക എന്നതാണ് അവർ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയുണ്ടാവുന്നത്, കുടുംബത്തിന് സമരം ചെയ്യേണ്ടി വരുന്നത്. ഇത് വളരെ ഗൗരവമായ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട വിഷയമായി തന്നെയാണ് CPM കാണുന്നത്.